എന്തെങ്കിലും പഠിച്ചു തുടങ്ങും മുന്നേ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താ? പഠിക്കാൻ ആവശ്യമായ ഒരു എൻവയോൺമെൻറ്റ്. അതുപോലെ പൈത്തൺ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ അതിനാവശ്യമായ ഒരു സോഫ്റ്റ്വെയർ എൻവയോൺമെൻറ്റ് ഒരുക്കേണ്ടതുണ്ട്. അതായത് ആദ്യം പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം, അതിനുശേഷം VS കോഡ് പോലെ എന്തെങ്കിലും ഒരു IDE ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ജസ്റ്റ് ഒരു സാമ്പിൾ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ്. അപ്പോൾ നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗസറിൽ പോയി പൈത്തൺ ഇൻസ്റ്റാൾ എന്ന് സെർച്ച് ചെയ്യാം. അവിടെ ആദ്യം തന്നെ കാണുന്ന ലിങ്ക് python.org എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഡൗൺലോഡ് പൈത്തൺ 3.1 3.3 അതതിൻ്റെ വേർഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളബിൾ ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ടാവും. സോ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ദെൻ ഇൻസ്റ്റാൾ നൗ. ഇൻസ്റ്റാളേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്യണം. സോ അതിനുവേണ്ടി കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് py വേർഷൻ എന്ന് പറയുന്നൊരു കമാൻഡ്, അതായത് പൈത്തൺ വേർഷൻ കണ്ടുപിടിക്കാനുള്ള കമാൻഡാണ്. അത് റൺ ചെയ്യുമ്പോൾ നമുക്ക് പൈത്തണിൻ്റെ വേർഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ്. ഇതില്ലെങ്കിൽ ഈ കമാൻഡ് റൺ ചെയ്യുമ്പോൾ പൈത്തൺ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നൊക്കെ പറഞ്ഞൊരു എറർ കാണിക്കും. സോ അതുപോലെ നമുക്ക് സെർച്ചിൽ പോയിട്ട് പൈത്തണിന് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പൈത്തണിൻ്റെ ടെർമിനലൊക്കെ കാണാൻ പറ്റും. പൈത്തണിൻ്റെ ടെർമിനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് പൈത്തൺ ടെർമിനൽ. ഇവിടെ നമുക്ക് പൈത്തൺ കോഡ് ലൈൻ ബൈ ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പൈത്തൺ കോഡ് റൺ ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണിത്. അതായത് ഈ ടെർമിനലിൽ നമുക്ക് കോഡ് ലൈൻ ബൈ ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രിൻറ്റ് കമാൻഡ് റൺ ചെയ്യാൻ പോവാണ്. പ്രിൻ്റ് എന്ന് വെച്ചാൽ പൈത്തണിൽ നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് പ്രിൻറ്റ്. പ്രിൻറ്റിനുള്ളിൽ എന്താണോ കൊടുക്കുന്നത് അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഞാൻ പ്രിൻറ്റ് ഹലോ എന്ന് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പ്രിൻറ്റ് ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ ഹലോ എന്ന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ലൈൻ ബൈ ലൈനായിട്ട് ഇതുപോലെ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമുക്ക് എപ്പോഴും ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. വലിയ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ ഇത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ മെത്തേഡുണ്ട്. ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മുടെ പൈത്തൺ കോഡ് എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് പ്രിൻറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പ്രിൻറ്റ് ഹലോ വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. എന്നിട്ട് ആ ഫയൽ ഒന്ന് സേവ് ചെയ്യുക. ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൊടുക്കുക. എന്നിട്ട് ഒരു ഫയൽ നെയിം കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുമ്പോൾ .py എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണം. അങ്ങനെയാണ് പൈത്തൺ ഫയൽസ് സേവ് ചെയ്യുക. ഇനി ഞാൻ ഫയൽ സേവ് ചെയ്ത ലൊക്കേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹലോ എന്ന പേരിൽ ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ D ഡ്രൈവിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഞാനത് സേവ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഫയൽ എനിക്ക് റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ അത് ഡിഫോൾട്ട് ലൊക്കേഷനിലാവും ഉണ്ടാവുക, C ഡ്രൈവിൽ. എൻ്റെ ഫയലുള്ളത് D ഡ്രൈവിലാണ്. സോ ഞാൻ Dയിലേക്ക് മാറ്റുക. എന്നിട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഫയലുള്ളത്. സോ CD സ്പേസ് ടെസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലെത്തും. ഇനി ഇത് റൺ ചെയ്യാനായിട്ട് py സ്പേസ് ഫയൽ നെയിം എന്താണ് അത്. അപ്പോൾ ഞാൻ py സ്പേസ് hello.py എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഹലോ വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് എന്ന് പ്രിൻറ്റ് ചെയ്യാനാണ് ഞാൻ കൊടുത്തിരുന്നത്. അതവിടെ ഔട്ട്പുട്ടിൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് ആ ഫയലിൽ പോയി എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ഹലോ എന്ന് മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതി. സോ ഞാൻ ഹലോ കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം റിമൂവ് ചെയ്ത കളയാണ്. എന്നിട്ട് ജസ്റ്റ് ആ ഫയലൊന്ന് സേവ് ചെയ്യുക. എന്നിട്ട് സെയിം കമാൻഡ് ഒന്നുകൂടെ റൺ ചെയ്യുക, py സ്പേസ് hello.py. അപ്പോൾ ഹലോ എന്ന് മാത്രം പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ആ ഫയലിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്തി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ നമുക്ക് ആ ഫയലിൽ പോയി എഡിറ്റ് ചെയ്യുക, പിന്നെ തിരിച്ച് കമാൻഡ് പ്രോംപ്റ്റിൽ വന്ന് കോഡ് റൺ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ VS കോഡ് പോലെ ഏതെങ്കിലും ഒരു IDE യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. സോ ഞാൻ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ബ്രൗസറിൽ പോയിട്ട് VS കോഡ് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം കിടക്കുന്ന ലിങ്ക് തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുക.
അവിടെ വിൻഡോസിന് വേണ്ടി VS കോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ OSനനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസിൻ്റെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളബിൾ ഫയൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഐ ആക്സെപ്റ്റ് ദ എഗ്രിമെൻറ്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇനി എല്ലാം യൂഷ്വൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് തന്നെയാണ്. പാത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനെല്ലാം ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുക്കുകയാണ്. എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഫിനിഷ് കൊടുക്കുക. ഞാനവിടെ ലോഞ്ച് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പണായി വരുമ്പോൾ ഉണ്ടാവുക. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പൈത്തൺ ഫയൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഫയലിൽ പോയിട്ട് ന്യൂ ഫയൽ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫയലിൻ്റെ പേര് കൊടുക്കാം. ഫയലിൻ്റെ പേര് ഞാൻ test.py എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ചോദിക്കുക, എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന്. ഏത് ലൊക്കേഷനിലാണോ ആ ഫയൽ സേവ് ആവേണ്ടത് ആ ലൊക്കേഷൻ കൊടുക്കുക. ദെൻ ക്രിയേറ്റ് ഫയൽ കൊടുക്കുക. ഇപ്പോൾ ആ ലൊക്കേഷനിൽ test.py എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ അത് ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഓപ്പൺ ചാറ്റ്, സെലക്ട് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ കോഡ് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ഞാനിപ്പോൾ അവിടെ എൻ്റെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. പ്രിൻറ്റ് ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ആ റൈറ്റ് സൈഡിൽ മുകളിൽ നോക്കുകയാണെങ്കിൽ റൺ പൈത്തൺ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ട്രയാങ്കിൾ സിമ്പലിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോഡ് റണ്ണായി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് റണ്ണിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു, VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തു, ഇതിനൊരു ബേസിക് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്തു. അങ്ങനെ നമ്മൾ പൈത്തൺ പഠിച്ചു തുടങ്ങാനുള്ള ബേസിക് സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്